ഒരിക്കൽ അയയിലിട്ടിരുന്ന കസവുമുണ്ടെന്ന് എടുത്ത് കുട്ടിയെടത്തി ചുറ്റി നോക്കി. അത് കണ്ടപ്പോൾ ജാനുവടത്തിക്ക് സഹിച്ചില്ല. അയിലപ്പിടി കരിയാക്കി. ഇനി ഞാൻ ആര്യമ്പാടത്തേക്ക് പോകുമ്പോൾ എന്താ എൻ്റെ ഈശ്വര ചിറ്റുക? കുട്ടിയെടത്തി കൈ രണ്ടും നിവർത്തി കാണിച്ച് ചോദിച്ചു. എവിടെടി എൻ്റെ കയ്യുമ്പിലെ കരി? അത് കേൾക്കാതെ ജാനുവടത്തി മുറവിളി കൂട്ടി. അമ്മേ, ഈ മുണ്ടിലപ്പിടി ചെളിയാക്കി. ഞാനെന്താടി ചെറുമിയ? ആവോ, നീ ഒരു സുന്ദരി വന്നിരിക്കണു. കുട്ടിയെടത്തി മുണ്ടഴിച്ച് ചുരുട്ടിക്കൂട്ടി അവരുടെ മുഖത്തേക്ക് പുച്ഛത്തിൽ ഒരേറ് കൊടുത്തു. ഞാൻ വിചാരിച്ചു, അത് നന്നായി, അവർക്കങ്ങനെ വേണം. സുന്ദരിയാച്ചാൽ കുട്ടിയെടത്തിക്ക് വലിയ നഷ്ടമില്ലല്ലോ. നിന്റെ നാമൂസ് നിന്റെ അടുത്ത് വേണ്ടാട്ടോ മോളെ, കൊല്ലി ഞാൻ അടിച്ചു തിരിക്കും. ജാനുവടത്തി വേഗത്തിലടങ്ങി. അടിക്കുമെന്നു പറഞ്ഞാൽ കുട്ടിയെടത്തി അടിക്കും. വാ ബാസു. കുട്ടിയെടത്തി എൻ്റെ കൈയും പിടിച്ച് നടന്നു. ഇല്ലത്തെ മേലേ വളപ്പിലെ മാവിൻ ചുവട്ടിലേക്കാണ് നേരെ പോയത്. ഇല്ലത്ത് എല്ലാവരും ഉറങ്ങുകയാവും. മാങ്ങ എറിയാൻ പറ്റിയ സമയമാണ്. നമുക്ക് മാങ്ങ എറിയാ. കുട്ടിയെടത്തിക്ക് എറിയാൻ വയ്ക്കുമോ? എന്താ നീക്കെറിഞ്ഞ? പെണ്ണുങ്ങൾക്ക് മാങ്ങ എറിയാൻ വയ്ക്കുമോ? എന്നാ കണ്ടോ. അതെനിക്ക് രസമായി തോന്നി. ആണുങ്ങൾക്കേ എറിയാൻ അറിയൂ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. കുട്ടിയെടത്തിക്ക് എറിയാൻ വേണ്ട കല്ലു പെറുക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, കല്ലെടുത്ത് എറിഞ്ഞ ഒച്ച കേൾക്കും, തറി മതി. ഒച്ച കേട്ടാൽ കുഞ്ചു നമ്പൂതിരി മുറ്റത്ത് ചാടി തലയിൽ കൈവച്ച് നിലവിളിക്കും. അസത്താണ് കുഞ്ചു നമ്പൂതിരി. വീണ് കിടക്കുന്ന ഒരു മാങ്ങ കൂടി എടുക്കാൻ സമ്മതിക്കില്ല. കുട്ടിയെടത്തി തറി വെട്ടി. നീ മാറി നിന്നോ. ഞാൻ ബഹുമാനത്തോടെ മാറി നിന്നു. കുട്ടിയെടത്തി തറി വീശി എറിഞ്ഞു. നോക്കുമ്പോൾ എത്ര ഉയരത്തിലാണ് എത്തുന്നത്. തുപ്രൻ എറിഞ്ഞാൽ കൂടി അത്ര എത്തില്ല. എൻ്റെ അറിവിൽപ്പെട്ട ഏറ്റവും നല്ല ഏറുകാരൻ അന്ന് തുപ്രനായിരുന്നു. പക്ഷേ മാങ്ങ വീണില്ല. കുട്ടിയെടത്തി വീണ്ടും വീണ്ടും എറിഞ്ഞു. നാലാമത്തെ ഏറിന് തറി മോളിൽ ഒരു ചില്ലയിൽ തങ്ങി. വ്യസനത്തോടെ ഞാൻ കുട്ടിയെടത്തിയെ നോക്കി. ഇനി എന്തു ചെയ്യും? അപ്പോൾ കുട്ടിയെടത്തിക്ക് ഒരരിശം കയറി. ബാസുവോ, നീ ആ അഴുവിൻ്റെ മോളിൽ കയറി നിൽക്ക്. നമ്പൂരീശൻ മുറ്റത്ത് ചാടുമ്പോൾ പറഞ്ഞോ. ഞാൻ അനുസരണയോടെ ഉയർന്ന അഴുവിൻ്റെ മുകളിൽ കയറി കാവൽ നിന്നു. എന്താണ് കുട്ടിയെടത്തിയുടെ ഭാവം? അവർ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് ഉടുത്ത മുണ്ടിൻ്റെ താഴത്തെ അറ്റം രണ്ടും അരയിൽ എടുത്തു കുത്തി നേരെ മാവിൽ കയറാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഓ, അത്രയ്ക്ക് ഞാൻ കരുതിയിരുന്നില്ല. അഴുവിൻ്റെ മുകളിൽ മനക്കിലെ മുറ്റത്തേക്കും മാവിൻ്റെ മുകളിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ഞാൻ നിന്നു. അണ്ണാനെപ്പോലെ കുട്ടിയെടത്തി കയറുന്നു. ഇത് ജാനുവടത്തി കാണണം. അവർക്ക് പൊട്ടു തൊടാനും സരോജിനിയുടെ കടുങ്കൈ വായിക്കാനും മാത്രമേ അറിയൂ. മരം കയറാനാവില്ല, മാങ്ങ പറിക്കാനാവില്ല.